ഹലോ നമസ്കാരം. നമുക്കിന്ന് സെർമൺ അറ്റ് ബനാറസിൻ്റെ ക്വിക്ക് സമ്മറി നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ബോർഡ് എക്സാം സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്യാപ്സ്യൂൾ റിവിഷനാണ് കേട്ടോ. ഈ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ ഗൗതം ബുദ്ധയില്ലേ, നമ്മൾ ബുദ്ധൻ എന്ന് പറയുന്ന ബുദ്ധിസത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആ ഒരു ഫിലോസഫറിൻ്റെ ലൈഫിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ബുദ്ധ ചിലർക്ക് ദൈവമാണ്, ചിലർക്ക് ബുദ്ധ ഒരു ഫിലോസഫറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദ സ്റ്റോറി ഈസ് ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്. അപ്പോൾ ഈ സ്റ്റോറിയിൽ മരണം, ജീവിതം എന്ന ഉള്ള കാര്യങ്ങളെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ ബിഗസ്റ്റ് ട്രൂത്ത്. അതൊരു ബിഗസ്റ്റ് ട്രൂത്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഹ്യൂമൻസ് എപ്പോഴും മോർട്ടലാണ് ആൻഡ് ഡെത്ത് ഇസ് ദ ഓൺലി ട്രൂത്ത്. ഹ്യൂമൻസ് എന്ന് പറയുന്നത് എപ്പോഴും നശിച്ചു പോകുന്ന ഒന്നാണ്, അതുപോലെ ഡെത്താണ് പെർമനൻറ്റ് ട്രൂത്ത്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന മെയിൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതിലെ ഇമ്പോർട്ടൻറ്റ് തീംസ് പറയുന്നത് ഡിറ്റാച്ച്മെൻറ്റ് ഫ്രം ലൗഡ് വൺസ്, അതായത് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്ന് അകന്നു പോവുക, അതായത് മരണം അകറ്റുക എന്നുള്ള മീനിങ്ങാണ്. ഇമ്പോർട്ടൻസ് ഓഫ് സൈലൻസ് ഫോർ അറ്റൈനിങ് ഇന്നർ പീസ്. ഇന്നർ പീസ് വേണമെങ്കിൽ, നമുക്കൊരു ശാന്തി വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സൈലൻസ് വേണം. പിന്നെ ഡെത്ത് എന്ന് പറയുന്നത് ഇന്നെവിറ്റബിളാണ്, ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ് ഡെത്ത്. എല്ലാവരുടെയും ലൈഫിൽ ഒരിക്കൽ വിസിറ്റ് ചെയ്യുന്നൊരു വിസിറ്ററാണ് ഡെത്ത്. അപ്പം ഇത് മൂന്നുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീംസ്. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് വരാം. സ്റ്റോറിയിൽ ആദ്യത്തെ പാർട്ടിൽ പറയുന്ന ഗൗതം ബുദ്ധയുടെ ലൈഫും രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നത് കിസ്സ ഗൗതമി എന്നുള്ള ഒരു ലേഡിയുടെ എക്സ്പീരിയൻസുമാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഗൗതം ബുദ്ധയുടെ ലൈഫ് പറയുന്നു. അദ്ദേഹം ഒരു റോയൽ പാലസിലാണ് ജനിച്ചത്. ഫ്യൂണറൽ പ്രൊസഷൻ കണ്ടു, അതായത് ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്നു, ഒരാളെ ഇങ്ങനെ ശവമടക്കം. ഫ്യൂണറൽ മീൻസ് എന്താണ്? മരണവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചടങ്ങുകളെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്നത് കണ്ടു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി കണ്ടു. ഒരു സന്യാസി, മങ്ക് മീൻസ് സന്യാസി, ഒരു സന്യാസി ഇങ്ങനെ ഭിക്ഷ യാചിക്കുന്നതും കാണുന്നു. ഇത് രണ്ടും കാണുമ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് ലൈഫ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം. ദീസ് സൈഡ്സ് മൂവ്ഡ് ദം എ ലോട്ട് ആൻഡ് ഹി ഡിസൈഡഡ് ടു ബിക്കം എ മങ്ക്. അപ്പോൾ അദ്ദേഹം ഇത് കണ്ടിട്ട് താനും ഒരു സന്യാസിയാകും, ഇന്നർ പീസിന് വേണ്ടി പോകും എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അദ്ദേഹം എൻലൈറ്റൻമെൻറ്റിന് വേണ്ടിയിട്ട്, അതായത് ഒരു മോക്ഷത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാർട്ടിൽ പറയുന്ന സ്റ്റോറി. ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ മോക്ഷം കിട്ടാനായിട്ട് എന്ത് ചെയ്യുന്നു? പീപ്പിൾ ട്രീ, അതായത് നമ്മുടെ ആൽമരത്തിൻ്റെ കീഴിൽ അദ്ദേഹം തപസ് ചെയ്യുകയാണ്, മെഡിറ്റേറ്റ് ചെയ്യുകയാണ്. 7 days കഴിയുമ്പോൾ അദ്ദേഹത്തിന് എൻലൈറ്റൻമെൻറ്റ് കിട്ടുന്നു. അദ്ദേഹത്തിന് ബുദ്ധ എന്നറിയപ്പെടുകയാണ് ചെയ്യുന്നത്. എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുമ്പോൾ മോക്ഷം കിട്ടിയ ഒരാളെന്ന മീനിങ്ങാണ്. അവേക്കൻഡ് എന്ന് പറയുമ്പോൾ ഉയർത്തെണീറ്റ ആളെന്നുള്ള മീനിങ്ങാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സെർമൺ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം ഇങ്ങനെ ആൾക്കാരുടെ മുന്നിൽ ഇതിനെ പറ്റിയിട്ട് പ്രസംഗിച്ച ആ ഒരു സമയം, ശരിക്കും അദ്ദേഹം ബനാറസിലാണ് ഈ ഒരു ഫസ്റ്റ് സെർമൺ നടത്തുന്നത്. ആ സമയത്ത് അദ്ദേഹം ഒരു സ്റ്റോറി പറയുന്നുണ്ട്. ആ സ്റ്റോറി വളരെ ഫേമസ് ആണ്. കിസ്സ ഗൗതമി എന്നുള്ള ഒരു ലേഡിയുടെ സ്റ്റോറിയാണ് പറയുന്നത്. ഇനിയുള്ള പാട്ടിൽ കിസ്സ ഗൗതമിയുടെ സ്റ്റോറിയാണ് പറയുന്നത്. കിസ്സ ഗൗതമിയുടെ സ്റ്റോറിയിലൂടെ അദ്ദേഹം പറയുന്നത് എന്താണ്? ഒരു മനുഷ്യൻ്റെ അൺഎൻഡിങ് ആയിട്ടുള്ള സഫറിങ്, ഒരിക്കലും അവസാനിക്കാത്ത സഫറിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കിസ്സ ഗൗതമിയുടെ സ്റ്റോറി ഇങ്ങനെയാണ്. ഒരു ലേഡി തൻ്റെ മരിച്ചുപോയ മകന് ജീവിതം കൊടുക്കണമെന്ന് പറഞ്ഞ് ബുദ്ധൻ്റെ അടുത്തേക്ക് വരികയാണ്. ബുദ്ധൻ ആ ലേഡിയോട് ഇങ്ങനെ പറയുന്നു: മരണം നടക്കാത്തൊരു വീട്ടിൽ നിന്ന് ഒരു കൈപ്പിടി നിറയെ മസ്റ്റാർഡ് സീഡ്സ്, കടുക് മണികൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ മകന് ലൈഫ് കൊടുക്കാമെന്ന് പറയുന്നു. ഈ ലേഡി എന്ത് ചെയ്യുന്നു? ഓരോ വീടുകളിലും കയറി കടുകുമണി ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കടുകുമണി കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ മരണം നടക്കാത്തൊരു വീട് എങ്ങുമില്ല. എല്ലാ വീട്ടിലും ഒരു മരണം നടന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ലേഡിക്ക് ഒരു കാര്യം മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. ഡെത്ത് എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണെന്നും അൾട്ടിമേറ്റ് ട്രൂത്ത് ആണെന്നുള്ളതും അവർക്ക് മനസ്സിലാവുന്നു. ബുദ്ധയുടെ അഭിപ്രായത്തിൽ ഒരിക്കലും ഡെത്തിൻ്റെ അവസരത്തിൽ ആരും കരയരുത്, സങ്കടപ്പെടരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്കോർഡിംഗ് ടു ലോർഡ് ബുദ്ധ, വൺ ഷുഡ് നോട്ട് ഗ്രീവ്, വീപ്പ് ഓർ മിസറബിൾ അറ്റ് സംതിങ്. ഇറ്റ് വിൽ കീപ് മാൻ എവേ ഫ്രം ഒബ്റ്റൈനിങ് പീസ് ഓഫ് മൈൻഡ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്താൽ നമ്മൾക്ക് പീസ് ഓഫ് മൈൻഡ് കിട്ടുകയില്ല എന്ന് പറയുന്നു. ഇറ്റ് വിൽ ഓൺലി മൾട്ടിപ്ലൈ ദ പെയിൻ ആൻഡ് സഫറിങ്, ദസ് ലീഡിങ് ടു ഫിസിക്കൽ വീക്ക്നെസ് ആൻഡ് മോർ ഓവർ നോ എമൗണ്ട് ഓഫ് ഗ്രീഫ് വുഡ് ബ്രിങ് ബാക്ക് ദ ഡെത്ത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? നിങ്ങളങ്ങനെ കരയാണെങ്കിൽ നിങ്ങളുടെ പെയിൻ ഇൻക്രീസ് ചെയ്യുകയുള്ളൂ, നിങ്ങളുടെ സഫറിങ് ഇൻക്രീസ് ചെയ്യുകയുള്ളൂ, നിങ്ങൾക്ക് ഫിസിക്കൽ വീക്ക്നെസ് ഉണ്ടാവുകയുള്ളൂ, അതല്ലാതെ മരിച്ചുപോയ ആൾ തിരിച്ചു വരില്ല എന്ന ഒരു സത്യം അദ്ദേഹം പറയുകയാണ് കേട്ടോ. ഇത്രയുമാണ് ഈ ഒരു സ്റ്റോറിയുടെ മെയിൻ ആയിട്ടുള്ള കണ്ടൻറ് എന്ന് പറയുന്നത്. റിവിഷൻ പോയിൻറ്റ്സ് എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പഠിച്ചു വെച്ചിട്ട് നിങ്ങളുടെ റൈറ്റപ്സിലും അതുപോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതുമ്പോഴും എസ്സേ എഴുതുമ്പോഴും ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്.
ആൻഡ് ഈ ലാസ്റ്റത്തെ ഒരു പോയിൻറ്റും കൂടി ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വൺ മസ്റ്റ് മൂവ് ഫാസ്റ്റ് ഫീലിങ്സ് ലൈക്ക് സോറോ ആൻഡ് ഗ്രീഫ് ആസ് ഇറ്റ് ഈസ് ദ ഓൺലി വേ ദറ്റ് ലീഡ്സ് ടു ദ പാത്ത് ഓഫ് സാൽവേഷൻ. നമ്മൾക്ക് മോക്ഷം കിട്ടണം എന്നുണ്ടെങ്കിൽ പാസ്റ്റ് ഫീലിങ്സും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ നമ്മൾ മാറ്റിവെക്കുക. നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് സാൽവേഷൻ കിട്ടുകയുള്ളൂ, പീസ് ഓഫ് മൈൻഡ് കിട്ടുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്